നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിൻ എത്ര തരം ഉണ്ട് എന്നതിനെക്കുറിച്ചാണ്. ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഒരാൾ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് കൂടെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള ഏറ്റവും കോമണായ തലവേദനയാണ് മൈഗ്രെയിൻ. തലയുടെ ഒരു വശത്ത് തുടങ്ങുന്ന വിങ്ങുന്ന പോലത്തെ തലവേദന കുറഞ്ഞത് 4 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ, അതായത് 3 ദിവസം വരെയൊക്കെ ഇത് നീണ്ടു നിന്നേക്കാം. ഈ വേദനയുടെ ഒപ്പം രോഗികൾക്ക് വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ ബുദ്ധിമുട്ട്, ശബ്ദം കേട്ടാൽ ബുദ്ധിമുട്ട്, ഛർദ്ദിക്കാനുള്ള തോന്നൽ വരിക, ചിലപ്പോഴൊക്കെ ഛർദ്ദിക്കുക. ഇതിൻ്റെ ഒപ്പം തല അനക്കുകയാണ് എന്നുണ്ടെങ്കിൽ വേദന കൂടുക. പിന്നെ തലയിൽ നമ്മൾ ചീപ്പ് വെച്ച് ചെയ്യുകയോ തൊടുകയോ ഒക്കെ ചെയ്താൽ ആ സ്ഥലങ്ങളിൽ വേദന അനുഭവപ്പെടുക. അതിന് അല്ലോഡൈനിയ എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ ചേർത്ത് ഇടവിട്ട് വരുന്ന തലവേദനയ്ക്കാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. പല രീതിയിൽ ഇതേ തിരിക്കാറുണ്ട് എങ്കിലും മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം 4ആയി തിരിക്കുന്നതാണ്. മൈഗ്രെയിൻ വിത്ത് ഓറ, മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ, ക്രോണിക് മൈഗ്രെയിൻ, പിന്നെ കോംപ്ലിക്കേഷൻസ് ഓഫ് മൈഗ്രെയിൻ. മൈഗ്രെയിൻ വിത്ത് ഓറ, ഇതിനെ ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്നും വിളിക്കാറുണ്ട്. നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഈ മൈഗ്രെയിൻ തുടങ്ങാൻ പോവുകയാണ് എന്ന് പറയാൻ പറ്റും. ചിലപ്പോഴൊക്കെ തുടങ്ങുന്നതിന് മുന്നോടിയായി ചില ലക്ഷണങ്ങൾ അവരുടെ ദേഹത്തുണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് അനുഭവപ്പെടും. തലവേദനയ്ക്ക് മുന്നോടിയായി രോഗിക്ക് അനുഭവപ്പെടുന്ന ഈ ലക്ഷണങ്ങളെയാണ് ഓറ എന്ന് വിളിക്കുന്നത്. കണ്ണിൻ്റെ മുമ്പിൽ കുത്തുകുത്തു പോലെ ഉണ്ടാവുക, സിഗ്സാഗ് ലൈൻസ് ഉണ്ടാവുക, ഒരു ഭാഗം ഇരുണ്ടതുപോലെ വരിക. ഇത് കുറച്ചു നേരം നിലനിന്നതിന് ശേഷം തലവേദന തുടങ്ങുക. തലവേദന തുടങ്ങുന്നതോടെ ഈ ഓറയുടെ സിംറ്റംസ് ഒക്കെ അപ്രത്യക്ഷമാണ്. കണ്ണിൻ്റെ മുമ്പിലുള്ള കുത്തുകുത്ത് വരകൾ, ഇവയെ വിഷ്വൽ ഓറ എന്ന് വിളിക്കുമ്പോൾ, ചില ആളുകൾക്ക് ഒരു വശത്ത് തരിപ്പ് എന്ന് വെച്ചാൽ സെൻസറി ഓറ, അല്ലെങ്കിൽ ഒരു ചെറിയ ബലക്കുറവ് പോലെ വരുന്നു, അതിനുശേഷം തലവേദന വരുന്നു, മോട്ടോർ സിംറ്റംസ്, ഇങ്ങനെയുള്ള രീതിയിൽ ആയിരിക്കാം. മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്ന് പറയുന്നത് പലപ്പോഴും പാരമ്പര്യത്തിൻ്റെ ഘടകവും ഉണ്ടാകാറുണ്ട്. മൈഗ്രെയിൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ മൈഗ്രെയിൻ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. രണ്ടാമത്തേതാണ് മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ. സിമ്പിളായ കാര്യമാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം മൈഗ്രെയിൻ്റേതുണ്ടാവും, പക്ഷേ മുന്നോടിയായി സൂചനകളില്ല. മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ. പ്രധാനപ്പെട്ട ഒരു കാര്യം, മിക്ക രോഗികൾക്കും കുറച്ച് മൈഗ്രെയിൻ ഓറയുടെ ഒപ്പവും ഉണ്ടാകാം, ഓറ ഇല്ലാതെയും മൈഗ്രെയിൻ ഉണ്ടാവാറുണ്ട്. കർശനമായിട്ട് ഓറയുള്ള ഒരു തലവേദന മാത്രമേ ഒരാൾക്കുണ്ടാകൂ എന്നൊന്നുമില്ല. മൂന്നാമത്തെ തരമാണ് ക്രോണിക് മൈഗ്രെയിൻ. തുടക്കകാലത്തിലൊക്കെ മൈഗ്രെയിൻ വരുമ്പോൾ രോഗികൾക്ക് വളരെ അപൂർവമായിട്ടായിരിക്കും തലവേദന വരിക. മാസത്തിലൊന്ന് അല്ലെ 2 മാസത്തിലൊന്ന്. മൈഗ്രെയിനിലേക്ക് വഴിവെക്കുന്ന ട്രിഗേഴ്സ്, ആ ഫാക്ടേഴ്സ് ചിലപ്പോൾ ഉറക്കം വിളയ്ക്കുന്നതാകാം, ഭക്ഷണം മുടങ്ങുന്നതാകാം, വേദന സംഹാരികൾ അധികമായി ഉപയോഗിക്കുന്നതാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ മൈഗ്രെയിൻ്റെ എണ്ണം കൂടും, കാഠിന്യം കൂടും, കാലക്രമേണ സ്ഥിരമായ തലവേദനയിലേക്ക് വരെ പോകാം. ഒരു മാസത്തിൽ 15 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് തലവേദനയുണ്ട് എങ്കിൽ അതിൽ കുറഞ്ഞത് 8 ദിവസമെങ്കിലും തലവേദനയ്ക്ക് കൃത്യമായി മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങളും ഉണ്ടാകും. ആ തരം ഒരു സാഹചര്യത്തിനെയാണ് ക്രോണിക് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്രോണിക് മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് കാലക്രമേണ എല്ലാ തലവേദനകൾക്കും മൈഗ്രെയിൻ്റെ ഒപ്പമുള്ള ലക്ഷണം കാണണം എന്നില്ല. ഈ വെളിച്ചത്തിലേക്ക് നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ശബ്ദം കേട്ടാലുള്ള ബുദ്ധിമുട്ട്, ഛർദിൽ, ഇതെല്ലാം ഇല്ലാതെ ഒരു ഭാരം പോലെ, അല്ലെ എന്തോ കെട്ടിവെച്ചിരിക്കുന്ന പോലെയുള്ളൊരു വിങ്ങൽ മാത്രമായി മാറിയേക്കാം കാലക്രമേണ കുറേയൊക്കെ തലവേദനകൾ. അപ്പോൾ ചിലർ വന്ന് പറയും, ഡോക്ടറെ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്, പിന്നെ ഈ മൈഗ്രെയിൻ അല്ലാത്തൊരു തലവേദനയും ഉണ്ട്. മിക്കപ്പോഴും അതെല്ലാം ഒരേ കാര്യം തന്നെയാണ്, ആ ലക്ഷണത്തിൽ വരുന്ന മാറ്റമാണ്.
നാലാമത്തെ വിഭാഗമാണ് കോംപ്ലിക്കേഷൻസ് ഓഫ് മൈഗ്രെയിൻ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സ്റ്റാറ്റസ് മൈഗ്രെയിനോസിസ്. മൈഗ്രെയിൻ ഉള്ള രോഗികളെ നമ്മൾ OPയിൽ കണ്ട് വിടുകയൊക്കെ ചെയ്യുകയുള്ളൂ. മരുന്നുകൾ കൊടുക്കും, അതിന് ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ അഡ്വൈസ് ചെയ്യും. എന്നാൽ ചിലപ്പോഴൊക്കെ ഈ രോഗികളെ അഡ്മിറ്റാക്കി ഇഞ്ചക്ഷനുകളൊക്കെ കൊടുക്കുകയും മരുന്നുകൾ കുറച്ച് കൂടുതൽ ഡോസിൽ കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. മൈഗ്രെയിൻ തുടങ്ങി 3 ദിവസത്തിൽ കൂടുതൽ, അതല്ലെങ്കിൽ 72 മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി വിട്ടുമാറാതെ നിൽക്കുന്നതിനാണ് സ്റ്റാറ്റസ് മൈഗ്രെയിനോസിസ് എന്ന് പറയുന്നത്. ശക്തമായ തലവേദനയായിരിക്കും അവർക്ക്. അതിൻ്റെ ഒപ്പം വെളിച്ചത്തിലേക്ക് നോക്കുന്ന ബുദ്ധിമുട്ടും ശബ്ദം കേട്ട ബുദ്ധിമുട്ടും തുടർച്ചയായ ഛർദിലും, പലപ്പോഴും മരുന്നുകൾ കഴിക്കാൻ പോലും പറ്റില്ല, അവയെല്ലാം അങ്ങ് ഛർദ്ദിച്ചു പോവുകയായിരിക്കും. ഇങ്ങനെ 3 ദിവസത്തിലൊക്കെ കൂടുതൽ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോഴൊക്കെ അവരെ അഡ്മിറ്റാക്കി ഒന്ന് ഇത് മൈഗ്രെയിൻ അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കാൻ പരിശോധന നടത്തുകയും ചില ഇഞ്ചക്ഷനുകളൊക്കെ കൊടുത്ത് മൈഗ്രെയിനെ കൺട്രോൾ ആക്കുകയും ചെയ്യേണ്ടി വന്നേക്കാം. സ്റ്റാറ്റസ് മൈഗ്രെയിനോസിസ് വളരെ റെയറൊന്നുമല്ല. ദീർഘകാലമായി മൈഗ്രെയിൻ ഉള്ളവരിലൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് വരാതെ ശ്രദ്ധിച്ചാൽ അത്രയും നല്ലത്. പിന്നെ ഒരു മൈഗ്രെയിൻ്റെ കോംപ്ലിക്കേഷനാണ് ഹെമിപ്ലീജിക് മൈഗ്രെയിൻ. ഹെമിപ്ലീജിക് മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ തലവേദന മൈഗ്രെയിൻ്റെ രീതിയിൽ, പക്ഷേ അതുണ്ടായാൽ അതിൻ്റെ ഒപ്പം ശരീരത്തിൻ്റെ ഒരു വശത്തിന് തളർച്ച അനുഭവപ്പെടുന്നു, ബലക്കുറവ് അനുഭവപ്പെടുന്നു. പൂർണ്ണമായ ബലക്കുറവ് അല്ല, പക്ഷെ മറുവശത്തെ അപേക്ഷിച്ച് ബലക്കുറവുണ്ടാകും. ഈ ഹെമിപ്ലീജിക് മൈഗ്രെയിനിലെ ബലക്കുറവ് മൈഗ്രെയിൻ്റെ തലവേദന മാറുന്നതിനൊപ്പം മാറുകയും ചെയ്യും. തലയുടെ സ്കാനൊക്കെ ചെയ്താലും ഈ ബലക്കുറവുള്ള രോഗികൾക്ക് തലയിൽ ക്ലോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഹെമിപ്ലീജിക് മൈഗ്രെയിൻ എന്ന് പറയുന്നതിന് പാരമ്പര്യത്തിൻ്റെ ഒരു ഘടകമുണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫെമീലിയൽ ഹെമിപ്ലീജിക് മൈഗ്രെയിൻ എന്നും അതിനെ വിളിക്കാറുണ്ട്. ജനിതകമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ഈ തരം മൈഗ്രെയിൻ ചില കുടുംബങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഉണ്ടാവും, പിന്നെ മക്കൾക്കും ഉണ്ടാകുന്നു. അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട, ചികിത്സിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. പിന്നെ ഈ പറഞ്ഞ 4 പെടുകയില്ല എങ്കിലും അറിഞ്ഞിരിക്കേണ്ട കോമണായ, പലപ്പോഴും തിരസ്കരിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് വെസ്റ്റിബുലാർ മൈഗ്രെയിൻ. തലവേദനയുടെ ഒപ്പം തലകറക്കമുണ്ടാവുക, ചിലപ്പോൾ ചുറ്റിക്കറങ്ങുന്നത് പോലെ ആയിരിക്കാം, അതല്ല എങ്കിൽ നടക്കുമ്പോൾ ബാലൻസ് കിട്ടാത്തതുപോലെ ആയിരിക്കാം. ഇതിൻ്റെ ഒപ്പം തലവേദനയും വെളിച്ചത്തിലേക്ക് നോക്കുന്ന ബുദ്ധിമുട്ടും ഛർദിലും എല്ലാം ഉണ്ടാകും. ഈ വേച്ചുപോകലൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും ഇവരെ സ്ട്രോക്ക് വന്നു എന്ന രീതിയിലൊക്കെ ചികിത്സിക്കപ്പെടാറുമുണ്ട്. പക്ഷേ സ്കാനൊക്കെ നോർമലായിരിക്കും. അടിക്കടി തലവേദന വരുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം തലകറക്കവും അനുഭവപ്പെടുകയും ചെയ്യും. വളരെ സിമ്പിളായ ഒരു രോഗം എന്നതിനപ്പുറം പല രീതിയിൽ വരാവുന്ന, ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട, ശ്രദ്ധിച്ച് ചികിത്സിക്കേണ്ട ഒരു രോഗം തന്നെയാണ് മൈഗ്രെയിൻ. അതിനെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കോംപ്ലിക്കേഷൻസ് ഓഫ് മൈഗ്രെയിനിലേക്കോ എപ്പോഴും ഉണ്ടാകുന്ന ക്രോണിക് മൈഗ്രെയിനിലേക്കോ ഒക്കെ ഇതിന് മാറ്റം വന്നേക്കാം. നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ട്രിഗേഴ്സ് അവോയ്ഡ് ചെയ്യാനും മാസത്തിൽ 2 തവണയിൽ കൂടുതൽ വരുന്നെങ്കിൽ വരാതിരിക്കാനുള്ള മരുന്നുകൾ എടുക്കാനും ശ്രദ്ധിക്കുക. നന്ദി.